ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അപ്രത്യക്ഷമാക്കിയ ആ 5 പേജുകൾ നടത്തിയ കൂടുതൽ ഒഴിവാക്കലുകളെല്ലാം അടിമുടി ദുരൂഹം തന്നെയാണെന്ന് പറയേണ്ടി വരും. മുൻപ് ഒഴിവാക്കുമെന്ന് അറിയിച്ചതിലും കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഒഴിവാക്കിയത് എന്തിനാണെന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത്. അതും നടന്മാരായിട്ടുള്ള ചില മന്ത്രിമാർ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ. മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചാണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. സ്വകാര്യത വെളിപ്പെടുത്തുന്ന 21 ഖണ്ഡികകൾ ഒഴിവാക്കണമെന്നും കൂടുതൽ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് സർക്കാരിന് പരിശോധിച്ച് തീരുമാനിക്കാമെന്നുമാണ് വിവരാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതുപ്രകാരം ഏതൊക്കെ പേജുകളിലെ എന്തൊക്കെ ഖണ്ഡികകളാണ് ഒഴിവാക്കുന്നതെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്ന മാധ്യമപ്രവർത്തകരെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിൽ പറയാത്ത 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കിയെന്നത് തെളിഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ഒഴിവാക്കൽ, അല്ലെങ്കിൽ ആരെ രക്ഷിക്കാനാണ് സർക്കാർ ഈ ഒരു കടംവെട്ട് നടത്തിയതെന്നുള്ളതാണ് പ്രധാന ചോദ്യം. 48-ാം പേജിലെ 93-ാം പാരഗ്രാഫിൽ സിനിമാ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നതായി ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതിനായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈംഗികാതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാനാവില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇത് കഴിഞ്ഞുള്ള 5 പേജുകളാണ് പൂർണ്ണമായി ഒഴിവാക്കിയത്. 42 മുതൽ 43 പേജുകളിലെ 85-ാം പാരഗ്രാഫും 59 മുതൽ 79 പേജുകളിലെ 44 പാരഗ്രാഫുകളും ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ അതിനിടയിൽ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കുമെന്ന കാര്യം സർക്കാർ മുൻകൂട്ടി അറിയിച്ചില്ല. ഇത്തരത്തിൽ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ 49, 50, 51, 52, 53 തുടങ്ങി 5 പേജുകളാണ് ഇപ്പോൾ അപ്രത്യക്ഷമായത്. മലയാള സിനിമയിലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ ലൈംഗികാതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെട്ട പ്രധാന പേജുകൾ ആരും അറിയാതെ സർക്കാർ എന്തിനു ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കുകയും ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗം ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണമായത്. പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് 96 ആണ്. മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് ബോധ്യമുണ്ട്. അവരുടെ പേരുകളും കമ്മീഷന് മുൻപാകെ പറയപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിനുശേഷമുള്ള ഭാഗമാണ് ഒഴിവാക്കപ്പെട്ടത്. പ്രമുഖ പ്രതികളുടെ വിവരങ്ങളും കമ്മീഷന്റെ കണ്ടെത്തലുകളുമാണ് ഇതിനുശേഷമുള്ള 11 പാരഗ്രാഫിൽ ഉള്ളതെന്നാണ് വിമർശിക്കുന്നവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നു ഈ കാര്യങ്ങൾ എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. അതേസമയം റിപ്പോർട്ടിൽ സർവത്ര ആശയക്കുഴപ്പമാണുള്ളത്. കമ്മീഷൻ ഒഴിവാക്കാൻ പറഞ്ഞതും ഉൾപ്പെട്ടതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമായത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് റിപ്പോർട്ടിലെ പ്രധാന ഭാഗം പൂഴ്ത്തിവെച്ചുവെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെ വിഷയം ചൂടുപിടിച്ചു. ഉദ്യോഗസ്ഥർക്ക് മനഃപൂർവ്വമോ അല്ലാതെയോ ഉണ്ടായി നോട്ടപ്പിശക് എങ്ങനെ സംഭവിച്ചുവെന്നത് സർക്കാരിന് തീരാ തലവേദനയാവുകയാണ്. റിപ്പോർട്ടിൽ ലൈംഗിക പീഡനം ആരോപണം പ്രശസ്തരായ നടന്മാരുടെ നേരെ തന്നെ ഉയർന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്ന അനുമാനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും പുതിയ വിവാദങ്ങൾ മൂലം റിപ്പോർട്ടിൽ പേരുള്ള നടന്മാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ സർക്കാരിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാകും, അത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.